പാതിരാത്രിയായി. പക്ഷെ എനിക്ക് വന്ന് പറയാതിരിക്കാൻ തോന്നുന്നില്ല. 2025 ഡിസംബറിൽ ഒരു സ്ത്രീനെ ഒരമ്മയെ നമ്മളെല്ലാവരും കുറ്റപ്പെടുത്തി. ഇന്നിപ്പം ഒരു കുഞ്ഞിനെ പീഡിപ്പിക്കേണ്ടി വന്നു, ഒരു കുഞ്ഞ് പീഡിപ്പിക്കപ്പെടേണ്ടി വന്നു ആ ഒരമ്മയുടെ നിരപരാധിത്വം അറിയാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്, ബാക്കി നമുക്ക് സംസാരിക്കാം. ഇന്നലെ രാമന്തളിയിൽ ഒരു ആൺകുട്ടിക്ക് നേരെ ഇങ്ങനെ ഒരു ലൈംഗിക അതിക്രമം അയാൾ നടത്തുകയുണ്ടായി. ഞാനിത് എൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചിട്ടില്ല. ഇത് തന്നെയായിരുന്നു ഞാൻ നേരത്തെയും പറഞ്ഞത്. എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പം എൻ്റെ ഭർത്താവ് പോലും അതിനൊന്ന് അനുകൂലിക്കോ എന്നൊരു സപ്പോർട്ട് ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല. ഞാനത് കളവ് പറയുന്നതാണ്. അതായത് ഞാൻ കുഞ്ഞിനെ പറഞ്ഞു പഠിപ്പിച്ചു എന്നുള്ള തരത്തിലേക്കാണ് പറഞ്ഞുണ്ടാക്കിയത്. ഞാൻ കുഞ്ഞിനെ ചെയ്തു എന്നുള്ള നിലക്കാണ് വന്നിട്ടുണ്ടായത്. അതിനുശേഷം എനിക്ക് മാനസികമാണെന്ന് പറഞ്ഞിട്ട് കൂട്ടിയിടാനുള്ള ശ്രമം എല്ലാം ഉണ്ടായിട്ടുണ്ടായിനി. അപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് ഏപ്രിൽ 2-ാം തീയതി രക്ഷപ്പെട്ട് പിന്നെ ഇപ്പം ആദ്യം പോയത് സഹകരണ ഹോസ്പിറ്റലായിരുന്നു. അപ്പം പറഞ്ഞു ഇവിടെ നോക്കാൻ പറ്റൂല, പിന്നെ ഇങ്ങനെയുള്ള കേസുകളെല്ലാം വരുമ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവരാണ് കേസ് എടുക്കേണ്ടത്, അവരാണ് പോലീസിനെ വിളിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവിടെ തന്നെ കുറേ നേരം ഇരുത്തി നമ്മളെ സംരക്ഷിച്ചു. പിന്നീട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ഒരു ഡോക്ടറും നേഴ്സും പരിശോധിച്ചപ്പോൾ കുഞ്ഞിങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലായതോടെയാണ് പോലീസിനെ അവരാണ് വിളിക്കുന്നത്, ഞാനല്ല വിളിച്ചത്. പിന്നെ അതിനുശേഷം പോലീസുകാർ വന്നു. പിന്നെ ലേബർ റൂമിൽ വെച്ചിട്ട് കുട്ടീൻ്റെ മൊഴിയെടുത്തിട്ട് അന്ന് കലാധരൻ എന്ന് പറയുന്ന മകനും ഉഷ എന്ന് പറയുന്ന അമ്മയും 2 പിഞ്ച് മക്കളെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്തപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചു അയാൾ ആ ഭാര്യ വീട്ടുകാരുടെയും പീഡനം സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്തതാണ്. പക്ഷേ ഇന്ന് ആ പെൺകുട്ടി അനുഭവിച്ച വേദനകൾ ആലോചിക്കുമ്പോൾ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ റെഡിയായിട്ടിരിക്കുകയായിരുന്നു എന്ന്. ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആളെ പറ്റി ഒരു സൂചന പോലും ആത്മഹത്യാക്കുറിപ്പ് തരാതെ അവർ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നു. പക്ഷേ എന്തൊക്കെയോ ദുരൂഹതകൾ ഇതിലുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ആ കുഞ്ഞിൻ്റെ ഫോട്ടോ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ആ കുട്ടി ചെറിയ കുട്ടിയാണ്. ആ കുട്ടിയെ പീഡിപ്പിക്കാവുന്ന, സ്വന്തം കൊച്ചുമകളെ പീഡിപ്പിക്കാവുന്നതിൻ്റെ പരമാവധി പീഡിപ്പിച്ചു. സാധാരണ സകല വൃത്തികേടുകളും കാണിച്ച് കൊലപാതകത്തിലേക്ക് നയിക്കുക വരെ ചെയ്യുന്ന പെണ്ണുങ്ങളെ, സ്ത്രീകളെ സംരക്ഷിക്കുന്ന സ്ത്രീകൾക്ക് ആവശ്യമില്ലാത്ത പ്രിവിലേജ് കൊടുക്കുന്ന ഈ നാട്ടിൽ ഈ ഒരു സ്ത്രീക്ക് എന്തുകൊണ്ട് പ്രിവിലേജ് കിട്ടിയില്ല? എന്തുകൊണ്ടാണ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി അന്യായങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത്? ന്യായം സംരക്ഷിക്കപ്പെടാത്തത് എന്തുകൊണ്ടാണ്? ആ 2 കുഞ്ഞുങ്ങൾ ഇയാൾ ഇപ്പോൾ പീഡിപ്പിച്ചിരിക്കുന്ന ഒരു ആൺകുട്ടീനെയാണ്. അപ്പോൾ എന്താണെങ്കിലും ആ ചെറിയ ആൺകുട്ടീനെ അയാൾ പീഡിപ്പിച്ചിട്ടുണ്ടാവണം. എങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾ എന്ത് നിസ്സഹായരാണ്. ഈ അമ്മ എന്ത് നിസ്സഹായിയായിരുന്നു. ആക്ച്വലി നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. സത്യം പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയക്കാൻ ഒരു പേടിയാണ്. ഇവിടെ എന്തൊക്കെ നടക്കുന്നു, ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കേണ്ട എന്നറിഞ്ഞുകൂടാ. ഈ ഒരു ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ എന്തോ മഹത്വവൽക്കരിച്ച് അയാളെ വലിയ പുണ്യവാളച്ചനായിട്ട് നാട്ടുകാർ ചിത്രീകരിച്ചിരുന്നു. ഇയാൾ കുട്ടിയുടെ പേരിൽ പോസ്കോ കേസിൽ അകത്തായിട്ടുണ്ടെങ്കിലും ഇയാൾ ചെയ്യാത്ത തെറ്റിനകത്ത് കയറി എന്നുള്ളൊരു ആ ഒരു പരിഗണന നാട്ടുകാരുടെ അടുത്ത് നിന്ന് അയാൾക്ക് കിട്ടിയിരുന്നു. പക്ഷേ ഇപ്പം എന്തായി? ഇപ്പം എന്ത് സംഭവിച്ചു? സത്യം പുറത്തു വന്നു. സത്യം പുറത്ത് കൊണ്ടുവരും. സത്യം ഒളിഞ്ഞിരിക്കുകയില്ല, ഒരിക്കലും അത് പുറത്ത് വന്നിരിക്കും. അതിപ്പോൾ എവിടെയായാലും എങ്ങനെയായാലും.